بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد سيد الأنبياء والمرسلين وعلى سائر الأنبياء وعلى كلهم والصحابة أجمعين أما بعد فاللهم اغفر لي ولوالدي ولمشايخي فاللهم اغفر لنا ولوالدينا ولمشايخنا ولمصنفي هذا الكتاب ولجميع ولأحبابه ولمشايخه ولوالديه ولأقاربه ولجميع المؤمنين والمؤمنات والمسلمين والمسلمات. സ്നേഹാദരവുള്ള സഹോദരന്മാരെ, റഹ്മാനുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹ് അമലായി ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ അടുക്കൽ സ്വാലിഹായ ഒരു അമല് ചെയ്താൽ ഒരുപക്ഷെ ആ അമല് കാരണമായിട്ട് അവന്റെ മുഴുവൻ തെറ്റുകളും മുഴുവൻ കുറ്റങ്ങളും അല്ലാഹു സൽക്കർമ്മമായി മാറ്റിമറിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇല്ലാ മൻ ആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. സത്യവിശ്വാസിയാവുകയും സാലിഹായ ഒരു അമല് ചെയ്യുകയും ചെയ്താൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറയുന്നത് നോക്കൂ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവർ ചെയ്ത ദുഷ്പ്രവർത്തനങ്ങളൊക്കെ തന്നെയും അല്ലാഹു തആല സൽക്കർമ്മമാക്കി മാറ്റിമറിക്കുമെന്ന്. അല്ലാഹു തആല ആ രീതിയിൽ ജീവിതത്തിൽ മുഴുവൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എല്ലാ വേണ്ടാത്ത പ്രവർത്തനങ്ങളും ഒക്കെ മാറ്റിമറിച്ച് ഹസനാത്താക്കി മാറ്റിമറിക്കാൻ ഉതകുന്ന ഒരു സാലിഹായ അമലായി അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല വലിയ ഔദാര്യവാനാണ്, അർഹമുർ റഹീമീൻ എന്നാണല്ലോ അല്ലാഹുവിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ ധാരാളമായി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അർഹമുർ റഹീമീനാണ് അല്ലാഹു. അർഹമുർ റഹീമീൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ റഹ്മത്ത് ചെയ്യുന്ന ഒരാളുമില്ല. റഹ്മുർ റഹീമീൻ, റഹീമീൻ എന്ന് പറഞ്ഞാൽ റഹ്മത്ത് ചെയ്യുന്നവർ ബഹുവചനമാണ്. റഹ്മുർ റഹീമീൻ എല്ലാ റഹ്മത്ത് ചെയ്യുന്ന ആളുകളെക്കാളും അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുന്നവരാണ്. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്ത് ചെറുതാക്കി ആരും കാണണ്ട. അത് അതിമഹത്താണ്, അതിമഹത്തരമാണ്, അത് അവർണ്ണനീയമാണ്. അത് എങ്ങനെ വർണ്ണിച്ചാലും അത് പൂർണ്ണമാവുകയില്ല. അത്രയും മഹത്താണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. ആകാശം മുട്ടെ ദോഷം ചെയ്തുകൊണ്ട് എന്റെ അടിമ അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ എന്നെ സമീപിച്ചാൽ ആകാശം മുട്ടെ മഗ്ഫിറത്തുമായി ഞാൻ അവനെ സമീപിക്കുന്നതാണ്, അഥവാ അവനക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അത്രമാത്രം റഹ്മത്തുള്ളവനാണ്, ദയാലാണ് അല്ലാഹു തആല. റഹ്മുർ റഹീമീനായ അല്ലാഹു തആല അവന്റെ മഹബ ഫദൽ കൊണ്ട് നമ്മുടെ പ്രവർത്തനം സാലിഹായി കബൂൽ ചെയ്യട്ടെ. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. എന്ത് അമൽ ചെയ്താലും പടച്ചവനത് കബൂൽ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദ്വാരക്കണം. അതും വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ നാം പറഞ്ഞു വന്നിരുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓതിയത് നല്ല കാര്യത്തിന്റെ മേൽ പരസ്പരം സഹായം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ്. ബാബുൽ ഫി തആവുനി അലൽ ബിർരി വത്തഖ്വ. ഇവിടെ പേസ്റ്റ് ചെയ്തപ്പോഴേ തഖദ്ദുമ തഅഖുർ വന്നിട്ടുണ്ട്. അഥവാ ചില വാക്കുകൾ കിതാബിലുള്ളതിനേക്കാൾ മുൻപുകയും വേറെ ചില വാക്കുകൾ പിന്തും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലാസ് റൂമിൽ കേൾക്കാൻ പറ്റിയ ആൾക്കാരുണ്ടോ? ഉണ്ടല്ലേ? ഈ മയ്യിത്തിനെ ജമാ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ടാവരുത്. ഞാനെടുക്കുമ്പോന്നല്ല, ഉസ്താദ്മാരൊക്കെ ഉണ്ടാകുമ്പോഴേ
മയ്യത്തിനെ ജിമാ ചെയ്യുമ്പോൾ യാതൊരു പ്രതികരണവും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുപോലെ ഉണ്ടാവുന്നൊരവസ്ഥ ശ്രദ്ധിക്കണം. അപ്പോ ക്ലാസ് കേൾക്കുന്നുണ്ടാകും. ഇവിടെ ഇപ്പൊ പേസ്റ്റ് ചെയ്യുമ്പോ അങ്ങനെ വരുള്ളൂ. ബാബുൻ ഫിത്ത ആവുനീനാണുള്ളത്. ഫീക്കും. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ എസ്സടിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. ഇവിടെ ബാബുൻ ഫിത്ത ആവുനി അലൽ ബിർരി വത്തഖ്വ എന്നാണ് ഉള്ളത്. ഇപ്പൊ രണ്ടാമത് അത് കോപ്പി ചെയ്തിട്ട് അടിച്ചപ്പോ നല്ല നിലക്ക് വന്നിട്ടുണ്ട്. ബാബുൻ ഫിത്ത ആവുനി അലൽ ബിർരി വത്തഖ്വ എന്നാണ് സ്റ്റാർട്ടിങ്ങിലുള്ളത്. അങ്ങനെ തന്നെ എല്ലാവരും കാണുന്നില്ലേ? ബാബുൻ ഫിത്ത ആവുനി അലൽ ബിർരി വത്തഖ്വ എന്നല്ലേ കാണുന്നത് ഫസ്റ്റില്. ചിലപ്പോ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കമ്പ്യൂട്ടറിൽ ഒരു നിലയിലും മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിൽ വേറെ രീതിയിലും വരും. അങ്ങനെയൊക്കെ വന്നേക്കാം. ഈ ബൈലക്സിന് അങ്ങനെയൊക്കെ പല കളികളുമുണ്ട്. ഏതായിരുന്നാലും കിതാബിലുള്ളത് ബാബുൻ ഫിത്ത ആവുനി അലൽ ബിർരി വത്തഖ്വ, നല്ല കാര്യങ്ങളുടെ മേല് അതുപോലെ മൊത്തത്തിൽ തഖ്വയുടെ മേലും. തഖ്വ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെ മേല്. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ എടുക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഇംതിസാലുൽ അവാമിരി വജ്തിനാബുൻ നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുക, എടുത്തു പോരുക. വജ്തിനാബുൻ നവാഹി, അള്ളാഹുവിന്റെ നിരോധനങ്ങൾ വിട്ടൊഴിയുകയും ചെയ്യുക. ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. വ്യത്യസ്ത അർത്ഥങ്ങൾ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനെയും കൂടി ഏകദേശം ഉൾപ്പെടുത്തുന്ന ഒരർത്ഥമാണ് ഇംതിസാലുൽ അവാമിരി വജ്തിനാബുൻ നവാഹി എന്നത്. വേറെ കുറെ അർത്ഥങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിക്കല്, ഖൗഫ് ഉണ്ടാവല്, ഭയമുണ്ടാവല്, പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, മൊത്തത്തിൽ നല്ല കാര്യങ്ങളുടെ മേലും അള്ളാഹു തആലക്ക് വഴിപ്പെടുന്നതിന്റെ മേലൊക്കെ ആ വിഷയത്തിലൊക്കെ പരസ്പരം സഹായം ചെയ്യണം എന്ന് വിശദീകരിക്കുന്ന അധ്യായമാണ്. ഈ വിഷയത്തില് വിശുദ്ധ ഖുർആനിൽ നിന്നും തആവൂനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് അതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. നല്ല കാര്യത്തിന്റെ മേൽ പരസ്പരം സഹായം ചെയ്യണം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഓരോരുത്തരും പരസ്പരം സഹായം ചെയ്യണം. വേറെ ഒരു ഭാഗം فقال تعالى والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. നാം പഠിക്കണം. അല്ലാഹു തആല പറയുന്നു അസ്ർ സാക്ഷിയാണ്. അസ്ർ എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലും ഉപയോഗിക്കും. അസ്ർ എന്ന് പറഞ്ഞാൽ അദ്ദഹർ, കാലഘട്ടം എന്നൊരർത്ഥമുണ്ട്. നിസ്കാരത്തിന്റെ ടൈം എന്ന് അർത്ഥമുണ്ട്. അസ്ർ നിസ്കാരത്തിന്റെ ടൈം എന്നർത്ഥമുണ്ട്. കൂടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലഘട്ടം, വൽ അസ്ർ, ഈ കാലഘട്ടം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലഘട്ടം സാക്ഷിയാണ്. എന്താ സംഭവം? എന്ത് വിഷയത്തിനാണ്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. തീർച്ചയായും മനുഷ്യർ പരാജയത്തിലാകുന്നു. മനുഷ്യർ മുഴുവൻ പരാജയത്തിലാണ്. മനുഷ്യൻ മുഴുവനും പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചതായിരിക്കുന്ന ആളുകൾ ഒഴികെ. വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യണം. വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും വേണം. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കണം. അപ്പോ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അതിൽ പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കിയപ്പോഴേ അവിടെ ഒന്ന് പോയി നോക്കിയതാണ്. അവരോട്
സംസാരിക്കാനായിട്ട്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന അർത്ഥം എല്ലാവർക്കും മനസ്സിലായില്ലേ? സാധാരണക്കാർക്കാണ് പറഞ്ഞു, ഉസ്താദന്മാരൊക്കെ ഉണ്ടാവും ഇവിടെ, അവരോട് ഒന്നും നമ്മൾ അർത്ഥം പറയല്ല. ഏറ്റവും ക്ലാസ് എടുക്കുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഏതൊരാളും ഉദ്ദേശിക്കേണ്ടത് ക്ലാസ്സിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ള ആളുകളെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. കൂടുതൽ ആവർത്തിച്ച് ഒരിക്കൽ പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, പിന്നെ എന്തിനാ ഉസ്താദ് ഇങ്ങനെ ആവർത്തിക്കണമെന്ന് ചിലപ്പോ തോന്നിയേക്കും. ആവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ക്ലാസ് റൂമിൽ ഏറ്റവും ചെറിയ രീതിയിൽ മാത്രം ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന, സാവധാനം മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആവർത്തന വിരസത മറ്റുള്ളവർക്ക് ഉണ്ടായാല് അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ സൂറത്ത് അൽ അസ്ർ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. അതിൽ പറയുന്നത് സത്യവിശ്വാസിയാവുകയും അതോടുകൂടെ തന്നെ വിശ്വാസം ദൃഢമായി ഉണ്ടാവുന്നതോടുകൂടെ തന്നെ നല്ല അമലുകൾ ചെയ്യുകയും ചെയ്ത ആളുകൾ. അപ്പൊ നല്ല അമലുകൾ ചെയ്യാതെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവും ലോകത്ത്. വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ള കാര്യമാണ്. അതിന്റെ രണ്ടാമത്തെ പടിയാണെന്ത്? നല്ല അമലുകൾ ചെയ്യുക എന്നുള്ളത്. വിശ്വാസം ശരിക്കുണ്ടാകുമ്പോൾ നല്ല അമലുകൾ കൂടെ ഉണ്ടാവണം. ആ നല്ല അമലുകൾ കൂടെ ഉണ്ടാകുമ്പോൾ നല്ല മാറ്റം കൂടും. അത് മാത്രം പോരാ, പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, പരാജയത്തിൽ നിന്ന് മോചിതനാവാൻ നല്ല അമലുകൾ ചെയ്താൽ മാത്രം പോരാ. നിസ്കാരവും നോമ്പും മറ്റ് സൽക്രമങ്ങളും മാത്രം പോരാ, എന്നും വേണം. വതവാസൗബിൽ ഹഖ്, സംഘടനാ പ്രവർത്തനമായിട്ട് സംഘടനയിൽ ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലാണ്ടോ ഒക്കെ മറ്റുള്ള ആളുകൾക്ക് നന്മ ഉണ്ടാകാൻ പറ്റുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ, ഉപദേശങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവണം. വതവാസൗബിൽ ഹഖ്, ഹഖായ കാര്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും പിന്നെ എന്ത് വേണം, പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. സബർ, അതും പോരാ, എന്തും വേണം, ക്ഷമയും വേണം. ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കണം. ഹക്കായ കാര്യം കൊണ്ട് ഉപദേശിക്കണം, അതോടുകൂടെ തന്നെ ക്ഷമ കൊണ്ടും ഉപദേശിക്കണം. അപ്പോ ഈ വളരെ വിശാലമായ അർത്ഥം നമുക്ക് ഈ രണ്ട് പദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹക്കായ കാര്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കണം എന്ന് പറയുമ്പോ രണ്ടാളുകൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ, രണ്ട് മുസ്ലിം തമ്മിൽ സ്നേഹിക്കുമ്പോഴേ അവർ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമായിരിക്കണം എന്നല്ലാതെ തന്റെ ആരോഗ്യം കാരണമായിട്ട് വേറൊരാൾ എന്നോട് സ്നേഹിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ തന്റെ ഭംഗി കാരണമായിട്ട് സ്നേഹിച്ചത് കൊണ്ടോ, സമ്പത്ത് കാരണമായിട്ട് സ്നേഹിച്ചത് കൊണ്ടോ ഒരിക്കലും റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഗുണം ഉണ്ടാവില്ല. റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ അടുക്കൽ ഗുണമുണ്ടാവണമെങ്കിൽ ഈമാനുള്ള ആളാണ് എന്ന നിലക്കായിരിക്കണം സ്നേഹിക്കേണ്ടത്. അങ്ങനെ പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്നേഹം ഹക്ക് കൊണ്ട് ഉപദേശിക്കാൻ പരസ്പരം പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ മാർഗത്തിലായിട്ടൊരു കൂട്ടുകാരനെ നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ അവനക്ക് കിട്ടേണ്ട ഒരു ഗുണം അത് തടയാൻ നാം ഒരിക്കലും ശ്രമിക്കൂല. നാം ഒരാളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണെങ്കിൽ അവന് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ 27 ഇരട്ടി പ്രതിഫലം കിട്ടും എന്നത് അവനക്ക് അറിയില്ലെങ്കിൽ അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ അവൻ മറന്നു പോയെങ്കിൽ അവനെ ഉണർത്തി കൊടുക്കാൻ തീർച്ചയായും ഒരു സ്നേഹിതൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ അവൻ യഥാർത്ഥ സ്നേഹിതനല്ല. സുബഹി വാങ്ങി വിളിച്ചു പള്ളിയിലേക്ക് അവൻ പോവുകയാണ്, തന്റെ സുഹൃത്ത് കിടന്നുറങ്ങുകയാണ്. അവന്റെ സുഹൃത്ത് കിടന്നുറങ്ങുമ്പോ അവൻ ഉറങ്ങിക്കോട്ടെ, ഞാൻ പോയിട്ട് അവനൊക്കെ അങ്ങനെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുക എന്ന് കരുതി പോകുന്നത് പരസ്പരം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമായി കൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം ആവണമെങ്കിൽ അവനെ വിളിക്കന്നെ വേണം. അവനെ വിളിച്ചിട്ടുണ്ടാക്കണം, ഉണർത്തി ജമാഅത്തിന് പോവാൻ വേണ്ടി അവനോട് ഉപദേശിക്കണം. അപ്പോ പ്രത്യേക വല്ല സാഹചര്യത്തിൽ അവനക്ക് അസുഖമായിട്ടോ അല്ലെങ്കിൽ മറ്റു വല്ല കാരണത്താലോ ഒരു ദിവസം അവന് അല്ലെങ്കിൽ 2 ദിവസം അവനുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളവുണ്ടാവും എല്ലാ ഭാഗത്തും. ഞാൻ പറഞ്ഞ സാധാരണഗതിയിലുള്ള വിഷയങ്ങളിലാണ്. തന്റെ സ്നേഹിതൻ ഒരു സ്വർണ്ണമോതിരം അണിഞ്ഞിരിക്കുന്നു. ആ സ്വർണ്ണമോതിരം അണിഞ്ഞ ആളോട് എന്നും നാം സലാം ചൊല്ലും,
എന്നും അവന്റെ കൂടെ ഇരിക്കും, എന്നും അവന്റെ കൂടെ ഭക്ഷണം കഴിക്കും, അവനായിട്ട് വലിയ സ്നേഹത്തിലാണ്. എന്ത് സ്നേഹ ഇതെന്ത് സ്നേഹമായി? സ്നേഹത്തിന്റെ പേര് അവൻ സ്വർണ്ണമോതിരം അണിഞ്ഞിരിക്കുന്നു, അത് ഹറാമാണെന്ന് എനിക്കറിയാം, അവനക്കൊരു പക്ഷെ അറിയാം, അല്ലെങ്കിൽ അറിയാതിരിക്കാം. അവനോട് ആ സ്വർണ്ണമോതിരം അണിഞ്ഞത് അല്ലാഹു തആല പൊറുക്കുന്ന, അല്ലാഹു തആല അത് വിരോധിച്ചിട്ടുള്ള കാര്യമാണ് എന്നവനോട് പറഞ്ഞു മനസ്സിലാക്കുകയും ആ ഭാഗത്ത് നാളെ നരകത്തിലുള്ള തീയിനാലുള്ള ഒരു വളയമാണ് അണിയിക്കപ്പെടുക എന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടത് തന്റെ ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ അവന്റെ ഒരു കടമയാണ്. അതുപോലെ തന്നിലുള്ള അപാകതകൾ ചൂണ്ടിക്കാണിക്കണമെന്ന് മറ്റേ സഹോദരനോട് പറഞ്ഞു കൊടുക്കുകയും വേണം. ഒരു അപാകതയെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോ നീ ആരാത് എന്നോട് പറയാനും, അല്ലെങ്കിൽ ഞാൻ കുറെ നാളായത് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നോട് ഇതുവരാരും പറഞ്ഞിട്ടില്ലല്ലോ, ഇതൊന്നും അവിടെ മറുപടിയല്ല. ജസാക്കല്ലാഹു ഖൈറ, നിനക്ക് അല്ലാഹു കൂലി തരട്ടെ എന്നും പറഞ്ഞിട്ട് അവനക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നല്ല അതിന്റെ മറുപടി. അല്ലെങ്കിൽ എന്നോട് ഇതുവരെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടും എന്താക്കരുത് അവനെ, അവന്റെ ആ നല്ല നമ്മളോട് ഉപദേശിച്ച ആളുകളുടെ നല്ല ആ ചിന്താഗതിയെ നാം മരവിപ്പിച്ച് കളയരുത്. അപ്പോ എന്നോട് ഒരു കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അൽഹംദുലില്ലാ എനിക്ക് ആ കാര്യം ഉണർത്തി തരാൻ ആളുണ്ടായല്ലോ, എന്റെ അടുത്ത് തെറ്റുണ്ടാകുമ്പോ നോക്കാൻ ആളുണ്ടായല്ലോ എന്ന നിലക്ക് അള്ളാഹുവിനക്ക് നാം ശുക്ർ ഹംദും ഒക്കെ പറയുകയും അവനക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്താൽ നാളെയും വേറെന്തെങ്കിലും തെറ്റുകളാകുമ്പോ ഉണർത്തി തരാൻ അവനക്ക് കഴിവുണ്ടാവുകയും അവനക്ക് അതിനു വേണ്ടി ആഗ്രഹം ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞ തവാസോബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശം നൽകണം. വതവാസോബി സബർ, സബർ കൊണ്ടും ഉപദേശം നൽകണം. സബർ കൊണ്ട് ഹഖ് കൊണ്ട് ഉപദേശം നൽകുന്നതിൽ പെട്ടാനെയാണ് സബർ. എന്നാലും അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ക്ഷമ എന്ന് പറയുന്നത് അത് മനുഷ്യന് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ക്ഷമ അത് കൈമുതലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എപ്പോഴും കൈമോശം വന്ന് പോകാവുന്ന ഒരു കാര്യമാണ് ക്ഷമ. തന്റെ സഹോദരനെ ഒന്ന് മുഖം ചൊളിച്ചു നോക്കിയാൽ അവനോട് 2 പ്രാവശ്യം മുഖം ചൊളിച്ചു നോക്കാൻ ഒരു പക്ഷെ നാം എന്താവും തയ്യാറാവും. അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു വേണ്ടാത്ത കാര്യം ചെയ്താൽ അതിന് പ്രതികാരമായിട്ട് അതുപോലെയോ അതിനേക്കാൾ ശക്തിയായിട്ടോ ചെയ്യാൻ നാം തയ്യാറാവും. യഥാർത്ഥത്തിൽ സത്യവിശ്വാസിക്ക് ഗുണം കിട്ടുന്നത് എപ്പോഴാണ്? അവൻ ക്ഷമിക്കുമ്പോഴാണ്. ഒരാൾ ഇങ്ങോട്ട് ഒരു തെറ്റ് ചെയ്താൽ അതേപോലെ തന്നെ അങ്ങോട്ട് തെറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു സുന്നത്തൊന്നുമല്ല. അതേ അളവിൽ ഒരാൾ ഇങ്ങോട്ട് ഉപദ്രവം ചെയ്തു, അതേ അളവിൽ അങ്ങോട്ട് തിരിച്ച് ഉപദ്രവം ചെയ്യാന്നുള്ളത് സുന്നത്തൊന്നുമല്ല. അതേപോലെ അങ്ങോട്ട് ചെയ്യാനൊരുക്കിയ ഹക്കുണ്ട്, വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ചെയ്യാതെ വിട്ടുകൊടുക്കുന്നതിനാണ് കൂലി കിട്ടുക, റബ്ബുൽ അലമീനായ അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടുക അതിനാണ്. അതുപോലെ വിദ്യാഭ്യസിക്കുന്ന വിഷയത്തിലും ഇൽമ പഠിക്കുന്ന വിഷയത്തിലൊക്കെ ക്ഷമിക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അപ്പൊ അത് ഓരോന്നിന്റെയും അവസരത്തിനനുസരിച്ച്, ഓരോ കാര്യങ്ങളുടെയും സന്ദർഭത്തിനനുസരിച്ച് ക്ഷമ കൈകൊള്ളാൻ വേണ്ടിയിട്ട് പരസ്പരം ഉപദേശിക്കണം. അതിന് വലിയ പ്രതിഫലമാണ്. അങ്ങനെ ഉപദേശിക്കുന്ന ആളുകളല്ലാത്ത ആളുകളൊക്കെ പരാജയത്തിലാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ അസ്ർ ആണ് ഈ ഓതിയത്. പിന്നെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഉദ്ധരണി ഈ വിഷയമായിട്ടുണ്ട്. ഖാലൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കലാമൻ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. മഅനാഹു, ആ പറഞ്ഞ വാക്കിന്റെ താല്പര്യം ഇന്നന്നാസ, നിശ്ചയം ജനങ്ങൾ, മഅനാഹു അന്നന്നാസ ഔ അക്സറുഹും ഫീ ഗഫ്ലത്തിൻ അൻ തദബ്ബുരി ഹാദിഹി സൂറ. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് എന്താണ്? അന്നാസ, തീർച്ചയായിട്ടും ജനങ്ങൾ, ഔ അക്സറുഹും, അല്ലെങ്കിൽ അവരിൽ അധികരിച്ചവരും, ഫീ ഗഫ്ലത്തിൻ അൻ തദബ്ബുരി ഹാദിഹി സൂറ, ഈ സൂറത്ത് മനസ്സിലാക്കുന്ന വിഷയത്തിൽ അശ്രദ്ധയിലാണ്. ജനങ്ങളൊക്കെ അല്ലെങ്കിൽ അധികരിച്ചവരും എന്ന് പറയുന്നത് 2-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. 195 ഇമാം ഷാഫി റളിയല്ലാഹു ജനിച്ചു. 250 വഫാത്താകുന്നു.
അപ്പോ ഈ കാലയളവില് പിന്നെ 3-ാം നൂറ്റാണ്ട്, രണ്ടാം നൂറ്റാണ്ട് കഴിഞ്ഞ് 3-ാം നൂറ്റാണ്ടിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഇത് പറയുന്നത്. ഹിജ്റയുടെ 3-ാം നൂറ്റാണ്ടിൽ എന്താ പറയുന്നത്? ഇന്നന്നാസ, എല്ലാ ജനങ്ങളും എന്നോ അല്ലെങ്കിൽ വക്സർഹും, എല്ലാ ജനങ്ങളും എന്ന് പറയാനില്ല, അധികരിച്ചവരെന്ന് പറയാം, വളരെ കുറഞ്ഞ ആളുകളെ ഒഴിവുണ്ടാവുള്ളൂ. ഫീ ഗഫ്ലത്തിൻ, അവർ അശ്രദ്ധയിലാണ്. അൻ തദബ്ബുരി ഹാദിഹി സൂറത്തി, ഈ സൂറത്ത് മനസ്സിലാക്കുന്നതിൽ നിന്നും ഈ സൂറത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്നും അശ്രദ്ധയിലാണ്. ഖുർആൻ ഓതുമ്പോ തദബ്ബുറോട് കൂടെ ഓതൽ സുന്നത്തുണ്ടല്ലോ. തദബ്ബുർ എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിച്ചുകൊണ്ട് ഓതുക. ആ ചിന്തിച്ചു ഓതൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോ ഈ സൂറത്തിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളത് പോലെയുണ്ട്. അമലുകൾ പോരാ, നല്ലത് കൊണ്ട് ഉപദേശിക്കൽ പോരാ, ക്ഷമ കൊണ്ട് ഉപദേശിക്കൽ പോരാ. ഏത് കാലത്ത് തന്നെ? ഇമാം ഷാഫി റളിയല്ലാഹു തആലയുടെ കാലത്ത് തന്നെ. ഈമാന്റെ വിഷയത്തിലും അമലിന്റെ കാര്യത്തിലും ഹഖ് കൊണ്ട് ഉപദേശിക്കുന്ന കാര്യത്തിലും ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്ന കാര്യത്തിലൊക്കെ ജനങ്ങൾ വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുന്നു. അധിക ജനങ്ങളും വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ എന്തായാലും പറയാ? അന്ന് ഇമാം ഷാഫി അന്ന് ഈ മുഴുവൻ ഇമാമുകളുടെയും കാലഘട്ടമാകുന്ന ആ കാലഘട്ടങ്ങളിൽ ഇമാം ഷാഫി റളിയല്ലാഹു പറഞ്ഞെങ്കിൽ ഈ സൂറത്തിനെ ഇന്നത്തെ ജനങ്ങൾ എന്ത് ചെയ്തു എന്നാ പറയാനുള്ളത്? സുഹൃത്തുക്കളെ, തദബ്ബുറിനെ തൊട്ട് അശ്രദ്ധമായി എന്ന് പറഞ്ഞാൽ മതിയോ? ചിന്തയെ തൊട്ട് അശ്രദ്ധമായി എന്ന് പറഞ്ഞാൽ മതിയോ? ഈ സൂറത്തിനെ ചിന്തിക്കുന്നില്ലെന്ന് മാത്രമല്ല, പരസ്പരം ഈ സൂറത്തിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സൂറത്തിനെ കാണാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സൂറത്ത് ഇല്ലാത്തത് പോലെയാണ്, ഈ സൂറത്ത് ഇറക്കിയിട്ടില്ലാത്തത് പോലെയാണ് ജനങ്ങളുടെ പ്രവർത്തനം, അധികരിച്ച ആളുകളുടെയും പ്രവർത്തനം എന്ന് അതിൽ വലുതോ ആയ വർത്തമാനം പറയേണ്ടിയിരിക്കുന്നു. തന്റെ സഹോദരന്റെ അടുക്കൽ ഒരു അപകടം, ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ അവനെ ഗുണദോഷിക്കാൻ നാം പലപ്പോഴും തയ്യാറാവുന്നില്ല. ഭൗതികമായ ലാഭനഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, ലാഭനഷ്ടങ്ങളുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, ലാഭത്തിന്റെയോ നഷ്ടത്തിന്റെയോ കാര്യം ആലോചിച്ചിട്ട്. അതുപോലെ സ്വന്തം ഈമാനിന്റെ വിഷയം തന്നെ ഒന്നാമതായിട്ട് അത് തന്നെ എടുക്കാം. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഒരു മനുഷ്യൻ മുഅ്മിനായിട്ട് നേരം വിളിക്കുമ്പോ അതേ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറായി പോകുന്ന അവസ്ഥ, അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അതേപോലെ വയുംസി റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ, മുഅ്മിനായിരിക്കും ഒരു പക്ഷേ വൈകുന്നേര സമയത്ത് അവന്റെ വർത്തമാനങ്ങൾ കൊണ്ടോ അവന്റെ ചിന്തകൾ കൊണ്ടോ അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ നേരം ഒഴുക്കുമ്പോഴേക്കും അവൻ കാഫിറായി പോയിട്ടുണ്ടാകും. കാഫിറായി പോകുന്ന പ്രവർത്തനങ്ങളോ വാക്കുകളോ ചിന്തകളോ അവനിൽ ഉണ്ടായിട്ടുണ്ടാകും. ആ ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനും നിങ്ങളൊക്കെ ഉള്ളത്. മഹാന്മാരായിരിക്കുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും തരം താഴ്ത്തുക, അവരെ അവമതിക്കുക, അതുപോലെ ബഹുമാനിക്കപ്പെടേണ്ട മറ്റു വസ്തുക്കളെയൊക്കെ തരം താഴ്ത്തുക. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാം എഴുതപ്പെട്ടിട്ടുള്ളതാണല്ലോ. അള്ളാഹുവിന്റെ കലാമിന്റെ മേലുള്ള ദാലിലാണ് വിശുദ്ധ ഖുർആനിന്റെ മുസാഹിഫുകളൊക്കെ. ഖുർആൻ എഴുതപ്പെട്ടുള്ള മുസാഹിഫുകൾ അള്ളാഹുവിന്റെ കലാമിന്റെ മേൽ അറിയിക്കുന്ന ദാലിലാണല്ലോ. അത് ഒന്നുമില്ലാതെ എടുക്കാൻ പാടില്ല എന്നാണ്. ആ ഖുർആനെ ഇന്ന് എത്ര ആള് പരിഗണിക്കുന്നുണ്ട്? ആ ഖുർആൻ എവിടെയൊക്കെയാണ് എഴുതുന്നത്? എഴുതപ്പെട്ടതിന് എന്താണ് കരിച്ചു കളയുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതിനെ ന്യായീകരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്തെല്ലാമാണ് നാം പത്രദ്വാര മറ്റ് വാർത്താ മീഡിയകൾ മുഖേനയും നമ്മുടെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണ്? അല്ലാഹുവിന്റെ ഭവനങ്ങൾ, അതിനെ തരം താഴ്ത്തുക, അതിനെ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുക. അതിനെ ന്യായീകരിക്കൽ വലിയ തെറ്റല്ലേ? കയ്യൂക്കുള്ള ആളുകൾ അങ്ങനെ ചെയ്തു, കയ്യൂക്കും തന്റെയോടുള്ള ആളുകൾ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോ അതിനെ ന്യായീകരിക്കലല്ലേ? അതിനെ കൂട്ടുനിൽക്കലല്ലേ? നിസ്സാരമായ തെറ്റാണ് അതൊക്കെ. അപ്പോ
നാം വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. ഈ സൂറത്തിനെ നാം മറന്നുപോയിരിക്കുന്നു, ഈ സൂറത്തിനെ പറ്റേ നാം കൈയൊഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഒരു തിരിച്ചുവരൽ നടത്തേണ്ടതുണ്ട്. നാം ശരിക്കും ബോധവാന്മാരാകേണ്ടതുണ്ട്. നമുക്ക് നിത്യമായ പരാജയത്തിൽ അകപ്പെട്ടവരായി കൂടാ. തീർച്ചയായും അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇറക്കപ്പെട്ട സ്വർഗമാവുന്ന തറവാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി നാം ബന്ധപ്പെടേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞത് എന്താ? വതവാസൗ ബിൽ ഹഖ് അല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ഹഖ് കൊണ്ട് ഉപദേശിക്കുകയും ക്ഷമ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകൾ അല്ലാത്ത ആളുകളൊക്കെ പരാജയത്തിലാണ്. അപ്പോ സ്വന്തം ഹാസിബു ഖബൽ അൻ തുഹാസബു, വിചാരണ നടത്തപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണ ചെയ്യണം എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ വിചാരണ നടത്തപ്പെടുന്ന സമയമുണ്ട്, അതിന്റെ മുമ്പായിട്ട് നിങ്ങൾ സ്വയം വിചാരണ നടത്തണം. സ്വന്തം പ്രവർത്തനം എത്രമാത്രം എന്റെ വിശ്വാസം, മറ്റുള്ള കാര്യങ്ങൾ, അമലുകള്, മറ്റുള്ള ആളുകളോട് ഉപദേശിക്കുന്ന കാര്യം, ഞാൻ തന്നെ വിവരമില്ലാത്ത ആളാണ്, പിന്നെ എങ്ങനെ ഞാൻ ഒരാളോട് ഉപദേശിക്കുക എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഉപദേശത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഒരു സത്യവിശ്വാസിക്കത് ഭൂഷണമല്ല. ഏറ്റവും ചുരുങ്ങിയാൽ അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന കാര്യം നമുക്കറിയില്ലേ? അവരത് വിശ്വസിച്ചാണല്ലേ. ആരവിടെ അറിയാത്തത് അള്ളാഹുവിൽ വിശ്വസിക്കണം, അതാണ് വേണ്ടത് എന്നുള്ളത്. അള്ളാഹുവിൽ വിശ്വസിച്ചാൽ മാത്രമേ സ്വർഗ്ഗം കിട്ടുള്ളൂ എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മുസ്ലിമീങ്ങള്, ചില ആളുകള് മുസ്ലിമീങ്ങള് ഉപദേശികള് പറയുന്നുണ്ട്, പിന്നെ മുസ്ലിം ആയിട്ടില്ലെങ്കിലും അതിലേക്കോട്ടെ, അതിലേക്ക് നമുക്ക് കടക്കണ്ട, ഇത് വേറൊരു വിഷയമാണ്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം തന്നെ പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും എന്തറിയാ, മുഅ്മിനായെങ്കിലേ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ വിജയം കിട്ടുള്ളൂ എന്നറിയാം. എന്നിട്ട് ആ വിഷയം തന്നെ മറ്റുള്ള ആളുകളോട് ഉപദേശിക്കുന്നുണ്ടോ? മുഅ്മിനല്ലാത്ത ആൾക്കാരോട് പറയുന്നുണ്ടോ? എന്തുകൊണ്ട് പറയുന്നില്ല? അത് പക്ഷെ എന്റെ ജോലി നഷ്ടപ്പെടും, അതല്ലെങ്കിൽ എന്റെ മറ്റുള്ളത് നഷ്ടപ്പെടും, എന്റെ മറ്റുള്ള പിന്നെ ആനുകൂല്യങ്ങൾ കുറഞ്ഞു പോകും, എനിക്ക് മറ്റേ നഷ്ടം പറ്റും, ഈ നഷ്ടം പറ്റും. ഓരോരുത്തരും ദൈവത്തിന് ഓരോരുത്തരും എന്താണ് പിന്നെ കടമപ്പെട്ടവരാണല്ലോ. അപ്പോ ഓരോന്നിന്റെ മോദിന്റെ രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് ഹിക്മത്തി വൽ മൗഅദത്തിൽ ഹസന, ഹിക്മത്തും മൗഅദത്തുൽ ഹസനത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, നല്ല ഉപദേശം കൊണ്ടും ഹിക്മത്ത് കൊണ്ടൊക്കെ എന്താക്കണം, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. നമുക്ക് വലിയ വീഴ്ചയുള്ളവരാണ് എന്ന കാര്യം നാം ഒന്നാമതായി മനസ്സിലാക്കണം. ഉത്തരവാദിത്തം നിർവഹിക്കുന്ന വിഷയത്തിൽ നാം ഒന്നും പോരാത്തവരാണ്, നമുക്ക് പോരാത്തവരാണ് എന്ന കാര്യം, എന്ന സത്യം നാം ആദ്യമായി തിരിച്ചറിയണം. ഏറ്റവും ചുരുക്കം അതാ വേണ്ടത്. ഞാൻ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചവരാണ് എന്ന ആ ഒരു ജുബും, അല്ലെങ്കിൽ ആ പിന്നെ ഒരു റിയാവും അല്ലെങ്കിൽ കിബറൊക്കെ ആണ് പലപ്പോഴും നമ്മളൊക്കെ എന്താക്കി കളയുന്നത്, നമ്മൾ കൊണ്ടു നടക്കുന്നത്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏറ്റവും ചുരുക്കം ഈ സൂറത്തിനെ കുറിച്ച് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈമാൻ എത്ര ഉണ്ട്? മറ്റുള്ള ആളുകൾക്ക് നരകത്തിലേക്ക് വീണ് പോകുന്ന ആളെ തടയാൻ നാം എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട്? നമ്മുടെ കൂട്ടത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ അയൽവക്കത്തില്, നമ്മുടെ നാട്ടില്, നമ്മുടെ പരിചയത്തില് ഒക്കെ എത്ര ആളുകൾ ഇതാ നരകത്തിലേക്ക് വീഴാൻ പോകുന്നു. ശാശ്വതമായ ശിക്ഷയുടെ ഭവനമാണ് നരകം. ആ നരകത്തിലേക്ക് വീഴാൻ പോകുന്ന ആളുകളെ നാം കാണുന്നു. നാം തടയാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്റെ സ്വന്തം നഫ്സിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരുടെയും സ്വന്തം നഫ്സിനോട് ചോദിക്കുക. അപ്പോഴാണ് നമ്മുടെയൊക്കെ സംഘടനാ പ്രവർത്തനത്തിന്റെയും നമ്മുടെയൊക്കെ പിന്നെ ദൈവത്തിനെ പറ്റിയൊക്കെ എത്രമാത്രം നാം പിന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോ സത്യം അത് എപ്പോഴും ഒന്ന് മാത്രമാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ് സത്യം. അതല്ലാത്തതൊക്കെ നരകത്തിലേക്കുള്ളത് തന്നെ. നരകത്തിലേക്ക് തന്റെ കുടുംബക്കാരൻ വീണ് പോകുമ്പോൾ, തന്റെ അയൽവാസി വീണ് പോകുമ്പോൾ അത് തടയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തീർച്ചയായും 150
204. അതെ അതെ അതെ. ശരി ശരി. ഇമാം ഷാഫി റളിയല്ലാഹു തആലയുടെ ജനനം നേരത്തെ പറഞ്ഞത് പിന്നെ 150 കേട്ടോ. നേരത്തെ പറഞ്ഞ 195 എന്നാണ്, അങ്ങനെയല്ല. 150 204 അതാണ് ശരി. മാഷാ അല്ലാഹ് തെക്കുമൽ ഉസ്താദ് എനിക്ക് അടിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. പെട്ടെന്ന് പറഞ്ഞപ്പോ രക്ഷകായി പോയതാണ്. ഇതിൽ പെട്ടത് തന്നെയാണ്. വളരെ നിർബന്ധമായ അത്യാവശ്യമായ കാര്യങ്ങളാണ്. ഒരാളത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താക്കല് ഓർമ്മിപ്പിച്ചു. 150 ജനനം. 150 ജനനം. 200 പിന്നെ എത്രയിലാണ്? 4 ഇമാം ഷാഫി വഫാത്ത്. പറഞ്ഞു. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോ മാലിക് റളിയല്ലാഹു എത്ര? മാലിക് ഇമാം അങ്ങനെയാണോ? ഏതായാലും നമുക്ക് പിന്നെ പറയാം കേട്ടോ. അപ്പോ അല്ലാഹു തആല വലിയ അനുഗ്രഹം കൊണ്ട് നമുക്ക് അനുഗ്രഹം നൽകട്ടെ. 150 ആര് വഫാത്തായത്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായത് 150 ഹിജ്റ 150. അതേപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത് 179 അല്ലെ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷമാണ് ഇമാം അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത്. അങ്ങനെ എന്തായിരുന്നാലും ആ കാലഘട്ടങ്ങളിൽ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? ഈ സൂറത്തിനെ ചിന്തിക്കുന്നതിൽ ജനങ്ങളൊക്കെ വളരെ പിന്നിലാണ്. അക്സറുഹും ഫീ ഗഫ്ലത്തിൻ അൻ തദബ്ബുരി ഹാദിഹി സൂറ, ഈ സൂറത്തിനെ ചിന്തിക്കുന്നതിൽ നിന്ന് ജനങ്ങൾ അശ്രദ്ധയിലാണ് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു. നമുക്ക് ചിന്ത ഉണ്ടോ? പിന്നെ നമുക്ക് ചിന്ത ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റാ? ഒരാൾക്കെങ്കിലും പറ്റുമോ? നമ്മളെ കൂട്ടത്തിലേക്കുള്ള ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന ആളുകൾ, മഹാന്മാരായിരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലാന്നല്ല, മഹാന്മാരായിരിക്കുന്ന ആളുകൾ ഇല്ലാതെ അല്ലാഹുവിൽ ദുനിയാവ് നിലനിർത്തുന്നല്ല. അപ്പോ നമുക്ക് മറ്റുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കാതെ, ചിന്തയില്ലാത്ത ആൾക്കാരാണ് അവര്, മറ്റൊരു ചിന്തയില്ലാത്ത ആളാണ്, ഇയാളെ ചിന്തയില്ലാത്ത ആളാണ്, ഞങ്ങളുടെ ചിന്തിക്കാതെ ഞാൻ ചിന്തിക്കാത്ത ആളാണെന്ന് എന്നിലേക്ക് ഓരോരുത്തരും ചിന്തിക്കുക, അവനവനിലേക്ക് ഓരോരുത്തരും ചിന്തിക്കുക. അങ്ങനെ ചിന്ത ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി പറയാൻ പോകുന്ന ഹദീസാണ്. ആദ്യമായി അബൂ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. عن أبي عبد الرحمن زيد بن خالد الجهني رضي الله عنه قال قال رسول الله صلى الله عليه وسلم من جهز غازيا في سبيل الله فقد غزا ومن خلف غازيا في أهله بخير فقد غزا متفق عليه. സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മൻ ജഹസ ഗാസിയൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു യോദ്ധാവിനെ ഒരാൾ ഒരുക്കി അയച്ചാൽ, മൻ ജഹസ ഒരാൾ ഒരുക്കി അയച്ചാൽ, ഗാസിയൻ ഫീ സബീലില്ലാഹി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ ഒരുക്കി അയച്ചാൽ. ഈ കാലഘട്ടത്തിൽ എങ്ങനെ യുദ്ധം ചെയ്യുന്നവനെ ഒരുക്കി അയക്കുക? നമുക്ക് കൂലി കിട്ടണ്ടേ? ഈ കാലഘട്ടത്തിൽ എങ്ങനെ യുദ്ധം ചെയ്യുന്നതിന് ഒഴുക്കിയാക്കല്? ഈ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാല് പേനയും കടലാസും എടുത്തി എഴുതലാണ്. സത്യത്തിന്റെ മാർഗങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, അസത്യത്തിന്റെയും തിന്മയുടെയും മാർഗങ്ങൾ എന്നിട്ട് ജനങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ എഴുതുക, അത് പ്രസിദ്ധീകരിക്കുക, അത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് കഴിവുള്ള ആളുകൾ പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കുക. നല്ല പുസ്തകങ്ങൾ, നന്മയിലേക്ക് നയിക്കുന്നതും തിന്മയെ തൊട്ട് തടയുന്നതുമായ പുസ്തകങ്ങൾ. അക്രമങ്ങളും അനീതികളും കൊലപാതകങ്ങളും അക്രമങ്ങള് പിന്നെ തീവ്രവാദങ്ങളും അതൊക്കെ തെറ്റാണെന്നും ഇസ്ലാമിനൊക്കെ അന്യമാണെന്നും
മനസ്സിലാക്കി കൊടുക്കുന്ന ലേഖനങ്ങൾ എഴുതാനും പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിക്കാനൊക്കെ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക. സ്വന്തമായിട്ട് എനിക്കത് എഴുതാൻ കഴിയില്ല, എനിക്കെഴുതാൻ അറിയില്ല, അപ്പൊ എഴുതുന്ന ആളുകൾക്ക് പ്രോത്സാഹനങ്ങൾ ചെയ്തു കൊടുക്കുക, വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് ഇന്നത്തെ ജിഹാദ്, അതാണ് ഇന്നത്തെ ഗസ്വ്. ആ നിലയ്ക്ക് ഒരാള് ഗസ്വ് ചെയ്താൽ, ആ നിലയ്ക്കുള്ള ഗസ്വ് അഥവാ യുദ്ധം, അതാണ് യുദ്ധം. ഇവിടെ ആരെങ്കിലും ചെയ്താൽ അവൻ യുദ്ധം ചെയ്തവൻ തന്നെ, അവൻ യുദ്ധം ചെയ്യുന്നവരായി, അവൻ യുദ്ധം ചെയ്ത യോദ്ധാവിന്റെ പ്രതിഫലം അവന് കിട്ടി. ومن خلف غازيا في أهله بخير فقد غزا ومن خلف غازيا في أهله فقد غزا. കേട്ടോ, ആരെങ്കിലും ഒരു യുദ്ധം ചെയ്യുന്ന ആളെ അവന്റെ കുടുംബത്തിൽ ഇട്ടേച്ച് പോകുമ്പോ ഫഖദ് ഖസ, അവന് യുദ്ധം ചെയ്ത പ്രതിഫലം അല്ലാഹു തആല കൊടുക്കും. അങ്ങനെ ومن خلف غازيا في سبيل الله, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളെ ഒരാൾ ومن خلف غازيا في سبيل الله في أهله بخير بأن قام بما يحتاجون إليه. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾ നിർവഹിക്കുവാനായി ഒരാള് ശ്രമിച്ചു, അങ്ങനെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. കേട്ടോ കേട്ടോ, ഇമാം നബി തങ്ങളുടെ റിയാദ് സാലിഹിന്റെ ഒരു ശറഹ് ദലീൽ ഫാലിഹീൻ ഇത് വിശദീകരിക്കുന്നു. ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിലായിരിക്കണം, അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ലക്ഷ്യമാക്കിയിട്ടായിരിക്കണം. അവന്റെ കുടുംബത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമായതിനെ അവൻ ഒരുക്കിയിട്ട് കൊടുത്തു. അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കലുമുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കലുമുണ്ട്. ഒരാള് പ്രവർത്തിച്ചാൽ ഫഖദ് ഖസ, അവനും യുദ്ധം ചെയ്ത പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ്. മുത്തഫഖുൻ അലൈഹി, ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ തീവ്രവാദം വളർത്താൻ വേണ്ടിയിട്ട് പല ആളുകളും ഇത്തരം ഹദീസുകള് ഖുർആനിക ആയത്തുകളൊക്കെ ഉപയോഗിക്കും. എന്നാൽ യുദ്ധങ്ങൾക്കും എല്ലാം വലിയ പ്രതിഫലമുണ്ട്. യുദ്ധം ഫർള് കിഫയാണ്, വർഷത്തിൽ 2 പ്രാവശ്യം ചെയ്യണമെന്നും വർഷത്തിൽ 1 പ്രാവശ്യം ചെയ്യണമെന്നൊക്കെ അതിന് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കാണാത്തവരല്ല നമ്മുടെ ഉസ്താദുമാര്, അതെല്ലാം കണ്ടവർ തന്നെയാണ്, എല്ലാം കണ്ടവരാണ്. അത് മാത്രമല്ല കണ്ടത്, അവര് അതിന്റെ അപ്പുറം കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോഴത്തേനും വാളെടുക്കലും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡറുമല്ല. എന്താണാ പറഞ്ഞത്, എപ്പോഴാണാ പറഞ്ഞത്, എവിടെയാണാ പറഞ്ഞത്, അതിന് പ്രത്യേകം നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനകളൊക്കെ ഒത്തുവരുമ്പോൾ മാത്രമേ യുദ്ധം ഒരാളുടെ കടമയാവുള്ളൂ, യുദ്ധം ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. ഇസ്ലാമുമായിട്ട് മുന്നോട്ട് പോകാൻ യാതൊരു നിലക്കുള്ള നിവൃത്തിയുമില്ലാത്ത നിലക്ക് ശത്രുക്കൾ ഇസ്ലാമിന്റെ ഒരു പ്രവർത്തനങ്ങളും നടത്താൻ സമ്മതിക്കാതെ വരുമ്പോ അവിടെ യുദ്ധം ചെയ്യണം. അവിടെ പിന്നെ രക്തസാക്ഷിയാവണം, അവിടെ പിന്നെ യാതൊരു നോട്ടമല്ല, അത് ഏത് നാട്ടുകാരും വേണം. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം എവിടെയുള്ളത്? നമ്മുടെ പിന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ എല്ലാ സൗകര്യങ്ങളും ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഒതുക്കുന്നില്ല. മറ്റ് നിരവധി കാരണങ്ങള് യുദ്ധം ചെയ്യാനൊക്കെ ആവശ്യമായതായിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾ എല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമേ യുദ്ധത്തിന്റെ സാഹചര്യം ഉണ്ടാവുന്നുള്ളൂ. അതിലേക്കൊന്നും ചിന്തിക്കാതെ ഒരാൾ അമുസ്ലിം ആണെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ അമുസ്ലിമീങ്ങളൊക്കെ കൊന്നുകളയുക എന്ന
വളരെ നിഷ്ഠൂരമായിട്ടുള്ള ഒരു ചിന്താഗതി വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ ഇല്ല. അറിവില്ലായ്മ കൊണ്ട്, അറിവില്ല എന്ന് പോലും അറിവില്ലാത്തത് കൊണ്ട് പല ആളുകളും തീവ്രവാദികളായി പോകുന്നു, പല ആളുകളും ഭീകരവാദികളായി പോകുന്നു. അമുസ്ലിമീങ്ങളും നമ്മുടെ എല്ലാവരെയും കൊല്ലപ്പെടേണ്ട ആളുകളല്ല. അമുസ്ലിമീങ്ങളൊക്കെ നല്ല നിലക്ക് പെരുമാറാനാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവരുടെ ആരാധ്യ വസ്തുക്കളെ കുറ്റം പറയരുത് എന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവരുടെ അമ്പലങ്ങൾ പോയിട്ട് കച്ചവടക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോ എല്ലാത്തിനും സമയങ്ങളും പിന്നെ അവസരങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ ആ വേണ്ട രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതെല്ലാം നമ്മുടെ ഉസ്താദന്മാരും മഹാന്മാരുമായിരിക്കുന്ന നേതാക്കൾ എല്ലാം നമുക്ക് പഠിപ്പിച്ചതുണ്ട്. അതിന്റെ എതിരായിട്ട് നാം ചിന്തിച്ചാൽ നമ്മളുണ്ടാവും, വഴി തെറ്റിപ്പോകും കേട്ടോ. അപ്പോ അവന്റെ കുടുംബത്തില് ഒരു യുദ്ധം ചെയ്യുന്ന ഒരാള് പിന്നെ എന്തായി യുദ്ധം ചെയ്യുന്ന ആളെ ഒരാള് പ്രതിനിധിയാക്കിയാൽ, എങ്ങനെ പ്രതിനിധിയാക്കല്? അവനക്ക് ആവശ്യമായ വിഷയങ്ങളൊക്കെ ചെയ്തു കൊടുക്കലുമുണ്ട്. അവൻ യുദ്ധത്തിൽ പങ്കെടുത്തവനായി. ഇവിടെ യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മകൾ ഉപദേശിക്കുക, തിന്മകളെ തടയുകയും ചെയ്യുക, അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാം. എല്ലാവരും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ആളുകളാണ്. നന്മകൾ വേണമെന്നും തിന്മകൾ ഉപേക്ഷിക്കണം എന്നുള്ളതും. അത്തരം അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് ആദ്യം നോക്കുക. എന്തിനാദ്യം തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുമായിട്ട് ഇടപെടുന്നു കേട്ടോ. പിന്നെ അടുത്ത ഹദീസ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അടുത്ത ഹദീസ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന എന്താ നോക്കൂ. وعن أبي سعيد الخدري رضي الله تعالى عنه പ്രമുഖ സഹാബിയായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഏതാണ്? ഞാൻ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്തു തരാം. അതാ وعن أبي سعيد الخدري رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم بعث بعثا إلى بني لحيان من هذيل فقال لينبعث من كل رجلين أحدهما والأجر بينهما رواه مسلم. ഇവിടെയും ആ ഹദീസ് പേസ്റ്റ് ചെയ്തപ്പോ ചില ഭാഗങ്ങൾ ആദ്യവും ചില ഭാഗങ്ങൾ അവസാനവുമായിട്ടുണ്ട്. ഇത് നമ്മളെ ബൈലക്സിന്റെ ഒരു കുഴപ്പമാണ്. ഞാൻ ഒന്നുകൂടെ ആ ഹദീസിന്റെ ഒരു ഹദീസ് മാത്രം എടുത്തിട്ട് അയച്ചു തരാം. ഇവിടെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅസ ബഅസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഘത്തിനെ എന്ത് ചെയ്തു? യുദ്ധത്തിന് വേണ്ടിയിട്ട് അയച്ചു. അഥവാ അയക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അയച്ചതിന്റെ ശേഷമല്ല, അയക്കാൻ ഉദ്ദേശിച്ചു. ബഅസ ഐ അറാദ അൻ യബഅസ, ഒരു സംഘത്തിനെ അയക്കാൻ വേണ്ടി ആരുദ്ദേശിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചു. എവിടേക്കാ അയക്കുന്നത്? ഇലാ ബനി ലഹ്യാൻ. രണ്ടു നിലക്കും ഉപയോഗിക്കാം. ഒരു പ്രത്യേകമായ കുടുംബമാണ് ബനൂ ലഹിയാൻ. ആ കുടുംബത്തിലേക്കാണ് അയക്കാൻ ഉദ്ദേശിച്ചത്. ദലീലുൽ ഫാലിഹിൻ വിശദീകരിക്കുന്നു. ബഅസ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു അഥവാ അയക്കാൻ ഉദ്ദേശിച്ചു. അറാദ അൻ യബഅസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കാൻ ഉദ്ദേശിച്ചു. ബഅസൻ, ഒരു സത്യപ്രബോധ സംഘത്തിന് ഇലാ ബനൂ ലഹിയാൻ എന്ന കുടുംബത്തിലേക്ക് അയച്ചു. ഹുദൈൽ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബമാണത് കേട്ടോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അയച്ചപ്പോ എന്താ പറഞ്ഞത്? ഫഖാല, അവിടുന്ന് പറഞ്ഞു, ലിയംബഇസ് മിൻ കുല്ലി റജുലൈനി അഹദുഹുമാ, എല്ലാ ഓരോ രണ്ട് ആളുകളിൽ നിന്നിട്ടും ഒരാള് വീതം പോവട്ടെ, യാത്ര പോവട്ടെ. എന്തിന്? യുദ്ധത്തിന് വേണ്ടിയിട്ട് ഓരോ രണ്ടാളുകളിൽ നിന്നിട്ടും ഒരാൾ വീതം യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നാണ് അവരിലേക്ക് അറിയിച്ചത്.
എല്ലാ ഓരോ രണ്ടാളുകളിൽ നിന്നും യുദ്ധത്തിന് വേണ്ടി തയ്യാറാവണം. ഒരാൾ തയ്യാറാവണം. മുറാദുഹു കമാ ഖാലൽ മുസന്നിഫ് മിൻ കുല്ലി ഖബീലത്തിൻ, എല്ലാ ഓരോ കുടുംബത്തിൽ നിന്നും ഒരാള് മുൻകുല്ല റജുലൈനെ കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ നിസ്ഫു അദദിഹ, എല്ലാ ഓരോ കുടുംബത്തിൽ നിന്നും ആ കുടുംബത്തിന്റെ പകുതി യുദ്ധത്തിന് വേണ്ടി തയ്യാറാവണം. ഇവിടെ നിസ്ഫു അദദിഹ എന്നുള്ളത് നസ്ബു അദദിഹ എന്നുള്ളത് ദിലുൽ ഫാലിഹിന്റെ തെറ്റിയടിച്ചിട്ട് പിന്നെ വന്നിട്ടുള്ളതാണ്. നിസ്ഫു അദദിഹ, ആ ഓരോ കുടുംബത്തിന്റെയും പകുതി ആളുകൾ യുദ്ധത്തിന്, 10 ആളുള്ള കുടുംബത്തിനാണെങ്കിൽ 5 ആളുകൾ യുദ്ധത്തിന് തയ്യാറാവണം കേട്ടോ. വൽ അജ്റു, യുദ്ധത്തിന്റെ പ്രതിഫലമാണെങ്കിലോ അതാർക്ക ബൈനഹുമ, അത് എല്ലാവർക്കും ഉണ്ടാകും. അപ്പോ 10 ആളുള്ള സ്ഥലത്ത് നിന്ന് 5 ആൾ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ ആ ബാക്കി 5 ആൾക്ക് ആവശ്യമായ യുദ്ധോപകരണങ്ങൾ, സാമഗ്രികളൊക്കെ ബാക്കി 5 ആളുകൾ അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് 2 പേർക്കും യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിഫലം അല്ലാഹു നൽകും. ചെറുപ്പസായിട്ടുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഫഹു ബിമാനാ ഖൗലിഹി ഫിൽ ഹദീസി ഖബ്ലഹു വമൻ ഖല്ലഫ ഗാസിയൻ ഫഖദ് ഗസാ എന്ന നേരെ പറഞ്ഞ ഹദീസിന്റെ താൽപര്യം തന്നെയാണ് ഈ ഹദീസിലും ഉദ്ദേശിക്കപ്പെടുന്നത്. വഅമ്മാ ഹദീസു മുസ്ലിമിൻ അയ്യക്കും ഖല്ലഫൽ ഖാരിജ ഫി അഹ്ലിഹി വമാലിഹി ബിഖൈറിൻ കാലഹു മിസ്ലു നിസ്ഫി അജ്റിൽ ഖാരിജ്. വേറൊരു ഹദീസുണ്ട്. ഏതാണ്? ആരെങ്കിലും യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരാളെ പ്രതിനിധിയായിട്ട് അവന്റെ വീട്ടിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ, വീട്ടിൽ നിന്ന് യുദ്ധത്തിന് പുറപ്പെടുന്ന ആളുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമല്ലോ, അവിടെ വീട് നോക്കാനും കുടുംബം നോക്കാനും മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെ യുദ്ധത്തിന് പോകുന്ന ആൾക്ക് പ്രതിനിധിയായിട്ട് ആരെങ്കിലും അവരുടെ വീടുകളിൽ പ്രവർത്തിച്ചാൽ, ഖൈർ കൊണ്ട് പ്രവർത്തിച്ചാൽ, യുദ്ധത്തിന് പോയ ആളുടെ കൂലിന്റെ പകുതി കിട്ടും എന്നുള്ളൊരു വേറെ റിപ്പോർട്ടുണ്ടല്ലോ. ഇപ്പൊ ഇവിടുത്തെ റിപ്പോർട്ട് ഉള്ള അതും തമ്മിൽ എന്താണ് വല്ല വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമൊന്നുമില്ല. ഏതാണ്? പല മാനങ്ങളും പറയുന്നുണ്ട്. അതില് ഒരു മാന إنما أطلقت بالنسبة إلى مجموع الثواب الحاصل للغازي والخالف له بخير، فإن الثواب إذا قسم بينهما نصفين كان لكل منهما مثل ما للآخر، فلا تعارض بين الحديثين. قلت إلا أنه على هذا التوجيه يكون فيه حذف، وعلى توجيه القرطبي تكون فيه زيادة، والله أعلم. ثم قوله والأجر بينهما محمول على ما إذا خلف المقيم الغازي في أهله بخير كما تقدم في الحديث قبله وصرح به باقي الأحاديث، رواه مسلم. എന്താ പറഞ്ഞത്? ഒരു ഹദീസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരാൾക്ക് കിട്ടുന്നതിന്റെ, യുദ്ധം ചെയ്ത ആൾക്ക് കിട്ടുന്നതിന്റെ പകുതി കൂലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ എന്താണ്? 2 പേർക്കും കൂലിയാണ് കൂലിയെന്ന്. അപ്പൊ അതിന് വ്യത്യസ്ത അർത്ഥങ്ങൾ പറയുന്നുണ്ട്. മൊത്തം കൂലിയെ 2 ആക്കിയിട്ട് 2 പേർക്കും കൂടിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ മൊത്തം കൂലിന്റെ പകുതിയാണല്ലോ ഓരോരുത്തർക്കും കിട്ടിയത്. അങ്ങനെയാണ് പകുതി എന്ന് അർത്ഥം വരുന്നത്. യുദ്ധം ചെയ്തതിന് മൊത്തം ഒരു കൂലി ഉണ്ടാവും, ആ കൂലിനെ പകുതിയാക്കിയിട്ട് യുദ്ധം ചെയ്ത ആൾക്കും മറ്റാൾക്കും കൊടുക്കുകയാണെന്ന് അങ്ങനെ ഒരു അർത്ഥം. അപ്പൊ ഓരോരുത്തർക്കും എന്താ കിട്ടിയത്? പകുതി കിട്ടിയിട്ടുണ്ട്, അങ്ങനെ അർത്ഥം. കാരണം ഇയാള് യുദ്ധം ചെയ്യാൻ മുഴുവൻ സാമഗ്രികളും ഇയാളടുത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് പകുതി കൂലി കൊടുത്തു. മറ്റാള് യുദ്ധം ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ അയാൾക്കും പകുതി കൂലി കൊടുത്തു. അതിന് 2 പേർക്കും പകുതി. അപ്പൊ മൊത്തം കൂലിയുടെ പകുതി 2 പേർക്കും. അത് വ്യത്യസ്ത അർത്ഥങ്ങൾ അതിന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ശരി, വലിയ പ്രതിഫലം എന്തിനുണ്ട്? പ്രബോധന പ്രവർത്തനങ്ങൾക്കുണ്ട്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ വലിയ സ്ഥാനം അർഹിക്കുന്നതാണ്. അത് ആർക്കെങ്കിലും ഉള്ള ആളാണ്, ഞാൻ അതിനൊന്നും ബന്ധപ്പെട്ട ആളല്ല എന്ന് കരുതി ഒരൊറ്റ വിശ്വാസിക്കും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റൂല. സത്യവിശ്വാസിയാവണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തണം. ക്ഷമകൾ കൊണ്ടും പ്രബോധന നല്ല കാര്യങ്ങൾ കൊണ്ടും ഉപദേശിക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്.
കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി എന്ന് വേറെ ഹദീസിലുണ്ടല്ലോ. ഓരോ ആളുകളും ഓരോ ഉത്തരവാദിത്തങ്ങളുള്ളവരാണ്. ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവരോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാനൊരു പെണ്ണാണല്ലോ, എന്നോട് ഒന്നും എനിക്ക് വേറെ ചെയ്യാൻ പറ്റൂല. ആ പെണ്ണാണെങ്കിൽ ആ പെണ്ണിന്റെ കൂട്ടുകാരികളോടും അവരുടെ മക്കളോടും അവരുടെ ഭർത്താക്കന്മാരോടും അവരുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ വേണ്ട ഗുണദോഷങ്ങൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പ്രവർത്തിക്കാനും ശ്രദ്ധിക്കണം. ചില സഹോദരിമാരൊക്കെ അങ്ങനെ ഉണ്ടാവും, ഞാൻ പെണ്ണാണ്, എനിക്കൊന്നും അതിൽ ബന്ധപ്പെട്ടതല്ല. സ്വന്തം മക്കളെ പരിപാലിക്കുന്ന വിഷയത്തിലും അതുപോലെ സ്വന്തം നഫ്സിനെ സൂക്ഷിക്കുന്ന വിഷയത്തിലും മക്കളെ പരിപാലിക്കുന്ന വിഷയത്തിലും കുടുംബത്തിനെ പരിപാലിക്കുന്ന വിഷയത്തിലും വലിയ ഉത്തരവാദിത്തം സ്ത്രീകൾക്കുമുണ്ട്. അല്ലാഹു തആല നമ്മുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാനും ഏറ്റവും കുറഞ്ഞത് നാം പ്രവർത്തിക്കാത്തവരാണ് എന്ന ബോധ്യമുള്ളവരാകാനൊക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും മൈക്ക് വിടുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അസുഖമായിട്ടുള്ള പല ആളുകളും, പിന്നെ വ്യത്യസ്തമായ പല അസുഖങ്ങൾ, ക്യാൻസർ പോലുള്ള അതിമാരകമായ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ പലരും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായ ക്ലാസ് റൂമിന്റെ ഇതിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ, അവരുടെയൊക്കെ ദുആ കാരണമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ അസുഖങ്ങൾക്ക് അല്ലാഹു തആല പെട്ടെന്ന് ആ അസുഖങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് ശിഫാ നൽകിയിട്ട് സന്തോഷമാക്കിയിട്ടുണ്ട്. ഒരുപാട് ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കിയിട്ടുണ്ട്. റഹ്മാൻ റഹീമിൻ അല്ലാഹുവെ ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച ആളുകളുടെയൊക്കെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ എളുപ്പത്തിൽ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി സന്തോഷത്തിലാക്കണേ റഹ്മാനെ. നിന്റെ താഅത്തിനായി ജീവിതം വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ടേൽപ്പിച്ച ആളുകളുടെ എല്ലാ ചെറുതും വലുതുമായ ഉദ്ദേശങ്ങൾ നിനക്കറിയാം. അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും എളുപ്പത്തിൽ ഹാസിലാക്കി സന്തോഷത്തിലാക്കണേ റഹ്മാനെ. രോഗികളായിട്ടുള്ള ആളുകൾക്ക് നീ ശമനം നൽകണം റഹ്മാനെ. റഹ്മാൻ റഹീമിന റബ്ബേ, ഞങ്ങളുടെയൊക്കെ അജല് അടുത്ത ആളുകൾക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകി നീ കൂടുതൽ ആയുസ് നൽകണം റഹ്മാനെ. നിന്റെ താഴത്തിനായിട്ട് റഹ്മാൻ റഹീമിന റബ്ബേ, അവസാനം കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറിഞ്ഞു ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഈ ലോകത്തോട് വിട പറയുവാൻ ഞങ്ങൾക്ക് ഏവർക്കും ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും ഒക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.